ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് റെസ്റ്റോറന്റ്, സാറാസ് കോംപ്ലക്സ്, നിയർ യൂണിയൻ ബാങ്ക്, TV ജംഗ്ഷൻ, KP റോഡ്, പുനലൂർ. ചരിത്രം വിളിച്ചോതുന്ന തൂക്കുപാലത്തിന്റെ മണ്ണിൽ പുതുമയിലും വൃത്തിയിലും സംസ്കാരത്തിലും പുതിയൊരു രുചിക്കൂട്ട്. ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ: AC, non-AC ഡൈനിങ്, കിഡ്സ് പ്ലേ ഏരിയ, അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം, അതിവിശാലമായ ഞങ്ങളുടെ വിഭവശ്രേണി, ഞങ്ങളുടെ മാത്രം രുചിക്കൂട്ടിൽ തയ്യാർ ചെയ്ത ദം ബിരിയാണി, കലം ബിരിയാണി, വിവിധതരം മത്സ്യവിഭവങ്ങൾ, നാടൻ വിഭവങ്ങൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ, ഡെസേർട്ടുകൾ, ഫ്രഷ് ജ്യൂസുകൾ, ഷേക്കുകൾ മുതലായവ ഞങ്ങൾ പുതുമയിൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. Inaugural offer on all Arabian foods. Special packages for get-together function, family meeting, birthday parties and all other functions, etc. പുനലൂരിന്റെ ചരിത്രത്തിലാദ്യമായി ഹോം ഡെലിവറി സൗകര്യവും ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിളിക്കുക 0475222907. Elegant Restaurant, Saras Complex, near Union Bank, TV Junction, KP Road, Punalur. Elegant Restaurant. Get more of what you really want. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്, പുനലൂർ. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. ചായം ചിഹ്നം ശലഭം തെളിയും മഴവിൽ Extract of nature. Samiya's Wedding Arcade, SBT Building, Velakudi, Kunnikode. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ അനിൽ പന്തപ്ലാവ്. പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പുനലൂരിലെ പമ്പ് ഹൌസ് ഉപരോധിച്ചു. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെയായിരുന്നു പ്രതിഷേധം. CITU കൊല്ലം ജില്ലാ സമ്മേളനം പുനലൂരിൽ സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം ജില്ലാ സെക്രട്ടറി S. സുദേവൻ ഉദ്ഘാടനം ചെയ്തു. പത്തനാപുരത്ത് ടിപ്പർ ലോറികൾക്കെതിരെ പ്രതിഷേധം ശക്തം. കേരള കോൺഗ്രസ് B പ്രവർത്തകർ ടിപ്പർ ലോറി തടഞ്ഞിട്ട് പ്രതിഷേധിച്ചു. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പുനലൂരിൽ വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൌസ് ഉപരോധിച്ചു. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെയായിരുന്നു പ്രതിഷേധം. പുനലൂർ MLA റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി മാസങ്ങൾ പിന്നിട്ടിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പമ്പ് ഹൌസ് ഉപരോധിച്ചത്. പൊട്ടിത്തകർന്ന പൈപ്പ് ലൈൻ നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ യാതൊരു നടപടിയും സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ല. ഈ അനാസ്ഥയ്ക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പുനലൂർ പമ്പ് ഹൌസിന്റെ പ്രവർത്തനം നിർത്തിവെപ്പിച്ച് സമരം സംഘടിപ്പിച്ചത്. പദ്ധതിയുടെ പമ്പ് ഹൌസിൽ നിന്നും വെള്ളം പമ്പ് ചെയ്തുകൊണ്ടുപോകുന്ന ഒരു പൈപ്പ് ലൈൻ അത് MLA റോഡിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അവിടെ പൊട്ടിയൊഴുകുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് അടിയന്തരമായി ഇത് പരിഹരിക്കണം. ഈ പൈപ്പ് പൊട്ടിയത് ശരിയാക്കി അവിടെ റോഡിലെ സഞ്ചാര സൗകര്യം ഒരുക്കണം. വെള്ളം ഈ കൊടിയ വരൾച്ച സമയത്ത് വെള്ളം പാഴായി പോകുന്നത് പൊതുജനങ്ങൾക്കൊന്നും കണ്ടാൽ സഹിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. അപ്പൊ ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ഇതിന്റെ ബന്ധപ്പെട്ട കുണ്ട്ര പദ്ധതിയുടെ ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോടും
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോടും ഇതിന്റെ എഇയോടും ഓവർസിയർമാരോടും മുഴുവൻ പേരോടും പല അവസരങ്ങളിൽ പറഞ്ഞു. എന്നാൽ ഓരോ സമയങ്ങളിൽ ഇത് പറയുമ്പോഴും ഇത് ഉടനെ ഇതിന് പരിഹാരം ഉണ്ടാക്കാം എന്ന ഒരു മറുപടി പറയുന്നതല്ലാതെ ഇത്രയും നാളായി ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്ത് നടപടി ഉണ്ടാകുന്നില്ല. പുനലൂർ സെഷന്റെ ചുമതലയുള്ള വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തി. അടിയന്തരമായി പ്രശ്നം പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പമ്പിംഗ് പുനരാരംഭിച്ച് സമരം അവസാനിപ്പിച്ചത്. സമരത്തിന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ, നഗരസഭാ വാർഡ് കൌൺസിലറും കോൺഗ്രസ് നേതാവുമായ ജി ജയപ്രകാശ്, അജീഷ്, സനൽകുമാർ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ വിപിൻ, ഷെബിൻ, അനൂപ്, എബിൻ, രാജീവ്, ബിനു, അനീഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചക്കൂരിക്കൽ താഴത്ത് കശുവണ്ടി ഫാക്ടറിയിൽ CITU നേതൃത്വത്തിലുള്ള നിരാഹാര സമരം 21ാം ദിവസത്തിലേക്ക്. കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S ജയമോഹൻ സമരം ഉദ്ഘാടനം ചെയ്തു. 21ാം ദിവസത്തെ സമരം കശുവണ്ടി കോർപ്പറേഷൻ ചെയർമാൻ S ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ എല്ലാ മുതലാളിമാരായിട്ടുള്ള ആളുകളെ കൊണ്ട് ഇത് തുറപ്പിക്കുകയും തൊഴിലാളികൾക്ക് ആനുകൂല്യം നൽകുകയും ചെയ്യും. എന്നാൽ മുതലാളിമാർക്ക് ചില പ്രയാസങ്ങളുണ്ടെന്ന് അവർ പറയും. നമ്മൾ തൊഴിലാളിയുടെ കാര്യം മാത്രമല്ല, ആ പ്രയാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ഈ ആനുകൂല്യം എല്ലാം കൊടുത്ത് ബോണസും എല്ലാം കൊടുത്ത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട്, അത് ഈ ഗവൺമെന്റ് കേട്ടു എന്നുള്ളതാണ്. അതും പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ ബഡ്ജറ്റിൽ ഒരു ചെറിയ തുക വെച്ചു. മംഗലാപുരത്ത് അണ്ടിയാപ്പീസ് ഉള്ള മുതലാളിയുണ്ട്, അവിടെ തുറക്കാം. കർണാടകത്തിൽ ഒരു തർക്കമില്ല. തമിഴ്നാട്ടിൽ തുറക്കാം, അവിടെയും തർക്കമില്ല. അവിടെയൊക്കെ എല്ലാ സഹായവും ഈ പറയുന്ന ആളുകൾ ചെയ്തു കൊടുക്കുന്നു. പക്ഷെ കേരളത്തിലും ചക്കോരിക്കലും നമ്മുടെ മേഖലയിലും ഒക്കെയുള്ള മേഖലയിലൊക്കെയുള്ള ഫാക്ടറി അടച്ചിട്ടിട്ട് അവിടെ പോയി അണ്ടിയാപ്പീസ് നടത്തുക. നമ്മുടെ പരിപ്പായിട്ടാണ് വിദേശത്ത് വിൽക്കുന്നത്. സ്വകാര്യ ഫാക്ടറി ഉടൻ തുറന്നു പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ ഫാക്ടറി സർക്കാർ ഏറ്റെടുക്കുമെന്ന് S ജയമോഹൻ അറിയിച്ചു. മാത്യു എബ്രഹാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഷൈൻ പ്രഭ സ്വാഗതം ആശംസിച്ചു. CPM ഏരിയ സെക്രട്ടറി N ബേബി, CITU നേതാക്കളായ S രഘുനാഥൻ, R രാജഗോപാലൻ നായർ, AS ജയചന്ദ്രൻ, S ഷാനവാസ് ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു. സമരപ്പന്തലിൽ A ഗോപിയുടെ നിരാഹാരം അവസാനിച്ചു. തുടർന്ന് ഫാക്ടറി തൊഴിലാളിയായ മണി നിരാഹാരം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കുന്നിക്കോട്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ലഹരി വർജന പദ്ധതിയായ വിമുക്തിക്ക് പുനലൂർ നഗരസഭയിൽ തുടക്കമായി. നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മദ്യ മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്നും സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വിമുക്തി പദ്ധതിക്കാണ് പുനലൂർ നഗരസഭയിൽ തുടക്കമായത്. തിങ്കളാഴ്ച രാവിലെ പുനലൂർ സ്വയംവര ഹാളിൽ നടന്ന ചടങ്ങിൽ വിമുക്തി പദ്ധതിയുടെ നഗരസഭാതല ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ നിർവഹിച്ചു. സമൂഹത്തെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും വ്യാപനം യഥാർത്ഥത്തിൽ ബിവറേജസ് വഴിയോ ഹോട്ടലുകളിൽ പ്രവർത്തിക്കുന്ന ബാറുകൾ വഴിയോ മാത്രമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയും. ഞാൻ മുനിസിപ്പൽ ചെയർമാനായത് ഒരു വാർഡിൽ നിന്ന് ജയിച്ചാൽ ആ വാർഡിൽ നിന്ന് ഒരിക്കൽ ഒരു ഇടത്തര വീട്ടിലെ ഒരു വീട്ടമ്മ എന്നെ വിളിച്ചു പറഞ്ഞു, സഖാവേ മോൻ കൊല്ലത്താ പഠിക്കുന്നത്, അവരെ കൊല്ലത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവരാരെയോ കൊല്ലത്ത് പറഞ്ഞ് അവിടെ സ്കൂളിൽ പറഞ്ഞു വിട്ടപ്പോ അത് എക്സൈസുകാരാണ് കൂട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു. അങ്ങനെ എക്സൈസ് ഇൻസ്പെക്ടറെ ഞാൻ വിളിച്ചു പോയപ്പോൾ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഈ ബഹുമാനായ കൃഷിരാജ് സിംഗ് എക്സൈസ് കമ്മീഷണറായിരുന്നപ്പോൾ അദ്ദേഹം പത്രത്തിലെല്ലാം ഒരു ഫോൺ നമ്പർ കൊടുത്തു. അപ്പൊ ഈ കുട്ടി പഠിക്കുന്ന സ്ഥാപനത്തിൽ കൃത്യമായി കഞ്ചാവ് കൊണ്ടുവന്ന് കുറച്ചധികം കുട്ടികൾ വാങ്ങി ഉപയോഗിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. ആരും രക്ഷിതാക്കൾ അറിഞ്ഞൂട, ആ സ്ഥാപനത്തിലെ ആളുകൾക്ക് അറിഞ്ഞൂട. അപ്പൊ ഒരു പയ്യൻ ഇത് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിച്ച ഒരു പൊതി എവരുടെ ബാഗിൽ എടുത്തുകൊണ്ട് ക്ലാസ്സിൽ ഇരുന്നപ്പോ തൊട്ടടുത്തിരുന്ന കുട്ടി കൃഷിരാജ്യത്തിന്റെ നമ്പറിൽ ഇങ്ങനെ ഒന്ന് പരീക്ഷിക്കണം എന്ന് തോന്നിയപ്പോ ആ പയ്യൻ വിളിച്ച് കൃഷിരാജ്യത്തിനോട് പറഞ്ഞു, സാറേ എന്റെ അടുത്തിരിക്കുന്ന കുട്ടിയുടെ ബാഗിൽ ഉപയോഗിക്കാനാവും. അദ്ദേഹം അനുചിതമായിട്ട് വിളിച്ച് കൊല്ലത്ത് വിളിച്ചു പറഞ്ഞു. കൊല്ലത്ത് നാളെ തോന്നി പയ്യൻ വിളിച്ചു പോയി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ K പ്രഭ ചടങ്ങിൽ അധ്യക്ഷയായി. നഗരസഭാ കൌൺസിലർ G ജയപ്രകാശ്, BJP സംസ്ഥാന ഉപാധ്യക്ഷ B രാധാമണി, കോൺഗ്രസ് S പ്രതിനിധി ധർമ്മരാജൻ, NCP പ്രതിനിധി സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. കൊല്ലം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ K സുരേഷ് ബാബു വിമുക്തി പദ്ധതിയുടെ വിശദീകരണം നടത്തി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊല്ലം ജില്ലാ ലോഡിംഗ്, അൺലോഡിംഗ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ സമ്മേളനം പുനലൂരിൽ സംഘടിപ്പിച്ചു. ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം
CITU ജില്ലാ സെക്രട്ടറി S. സുദേവൻ ഉദ്ഘാടനം ചെയ്തു. ലോഡിംഗ് അൺലോഡിംഗ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU കൊല്ലം ജില്ലാ സമ്മേളനമാണ് പുനലൂരിൽ 26-27 തീയതികളിലായി സംഘടിപ്പിച്ചത്. പുനലൂർ സ്വയംവര ഹാളിൽ തയ്യാറാക്കിയ M. ജോസ്കുട്ടി നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി കാട്ടാക്കട ശശി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പ്രവർത്തന റിപ്പോർട്ടും പൊതുചർച്ചയും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. 27-ന് വൈകിട്ട് നടന്ന പൊതുസമ്മേളനം CITU ജില്ലാ സെക്രട്ടറിയും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ S. സുദേവൻ ഉദ്ഘാടനം ചെയ്തു. കശുവണ്ടി തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ, ഖാദി തൊഴിലാളികൾ, ഷോർട്സ് മേഖലയിൽ പണിയെടുക്കുന്നവർ, അംഗൻവാടി ജീവനക്കാർ, ആശാ തൊഴിലാളികൾ, പാലിയേറ്റീവ് മേഖലയിൽ പണിയെടുക്കുന്നവർ, നഴ്സിംഗ് മേഖലയിൽ പണിയെടുക്കുന്നവർ എന്നു വേണ്ട ഇന്ന് സമൂഹത്തിൽ പണിയെടുക്കുന്ന മഹാഭൂരിപക്ഷം വനിതകൾ, സ്ത്രീകൾ CITUവിന്റെ കീഴിലേക്ക് അണിനിരക്കുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ. സംഘാടക സമിതി പ്രസിഡന്റ് ടൈറ്റസ് സെബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സംഘടനാ ജില്ലാ പ്രസിഡന്റ് V. രവീന്ദ്രൻ നായർ അധ്യക്ഷനായി. നേതാക്കളായ K. തുളസീധരൻ നായർ, ഷാനവാസ് ഖാൻ, M. A. രാജഗോപാൽ, S. ബിജു എന്നിവർ സംസാരിച്ചു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി TB ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു. രവീന്ദ്രനാഥ്, R. സുരേഷ്, A. സലീം, അച്ചൻകോവിൽ അജിത് കുമാർ, P. വിജയൻ, CV രാജേഷ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കമുകുംചേരി തിരുവിളങ്ങോനപ്പൻ ക്ഷേത്രത്തിൽ ആയില്യം തിരുനാൾ മഹോത്സവത്തിന് ചൊവ്വാഴ്ച കൊടിയേറും. ഏപ്രിൽ 6-ന് ഉത്സവം സമാപിക്കും. കിരാതമൂർത്തി ഭാവത്തോടെ ശ്രീപരമേശ്വരൻ പാർവതീ സമേതനായി വേട്ടയ്ക്കൊരു മകനൊപ്പം ഒരേ പീഠത്തിൽ വാണരുളുന്ന അപൂർവങ്ങളിലപൂർവമായ ക്ഷേത്രങ്ങളിലൊന്നാണ് കമുകുംചേരി തിരുവിളങ്ങോനപ്പൻ ക്ഷേത്രം. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ആദ്യം സപ്താഹയജ്ഞത്തിന് തിരിതെളിഞ്ഞതും കമുകുംചേരി തിരുവിളങ്ങോനപ്പന്റെ മണ്ണിലാണ്. ഈ വർഷത്തെ സപ്താഹയജ്ഞത്തിന് ചൊവ്വാഴ്ച തുടക്കമാകും. തൃശൂർ ദേശമംഗലം ഓംകാരാശ്രമത്തിൽ നിന്നുള്ള സ്വാമി നിഗമാനന്ദ തീർത്ഥപാദരാണ് ഇത്തവണത്തെ യജ്ഞാചാര്യൻ. ദീപപ്രോജ്വലനത്തിനു ശേഷം പുനലൂർ സാരംഗി ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന സംഗീതാർച്ചനയും നടക്കും. ഏപ്രിൽ 6-നാണ് ഇത്തവണത്തെ ആയില്യം തിരുനാൾ മഹോത്സവം. കിഴക്കൻ മേഖലയിലെ വിശേഷാൽ കെട്ടുകാഴ്ചകളിലൊന്നാണ് കമുകുംചേരി തിരുവിളങ്ങോനപ്പൻ ക്ഷേത്രത്തിലേത്. തെക്കൻ കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിന് ആറാടിക്കാറുള്ള കെട്ടുകാളകൾ, ചലന നിശ്ചല ദൃശ്യങ്ങൾ, മുത്തുകുടകൾ, താലപ്പൊലി, നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ, വിവിധ നാടൻ കലാരൂപങ്ങൾ, വാദ്യമേളങ്ങൾ തുടങ്ങിയവ കെട്ടുകാഴ്ചയ്ക്ക് മിഴിവേകും. വൈകിട്ട് വിശേഷാൽ ദീപാരാധനയ്ക്ക് ശേഷം കലാമണ്ഡലം ജിഷ്ണു പ്രതാപ് അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്തും അരങ്ങേറും. തിരുവുത്സവത്തിന്റെ പ്രധാന ചടങ്ങുകൾ എന്ന് പറയുന്നത് 28-ാം തീയതി വൈകിട്ട് നമ്മുടെ ആരാധ്യനായ തന്ത്രി ബ്രഹ്മശ്രീ കോക്കുളത്ത് മഠത്തിൽ മാധവരി ശംഭുപോറ്റി അവറുകൾ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് ഭദ്രദീപം കൊളുത്തുന്നതോടുകൂടി സപ്താഹയജ്ഞം ആരംഭിക്കുകയും ആയില്യം തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾ ഏപ്രിൽ 5-ാം തീയതിയും 6-ാം തീയതിയുമായാണ് നടത്തപ്പെടുന്നത്. 6-ാം തീയതി നടക്കുന്ന ആയില്യം തിരുനാൾ മഹോത്സവത്തിൽ ഭക്തജനങ്ങളുടെ വകയായി നടത്തുന്ന അർവറ നിവേദ്യം കേരളത്തിലെ മറ്റൊരു ക്ഷേത്രത്തിലും നടത്തിയിട്ടില്ലാത്ത ഒരു പ്രധാന വഴിപാടാണ് അർവറ നേദ്യം എന്ന് പറയുന്നത്. കൂടാതെ ഭഗവാന്റെ സോപാനപ്പടിയിൽ പിടിപ്പണം വാരൽ എന്ന ഒരു വഴിപാട് കൂടി ആയില്യം തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്നു. ലൈവ് വാർത്ത, പുനലൂർ. പുഷ്പഗിരിയിൽ സെൻട്രൽ സ്കൂൾ, ഇടമൺ 34. മാനേജ് ബൈ പുഷ്പഗിരിയിൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്.
teachers. Well-equipped library and labs. Smart class. Kids section and extracurricular activities. Hi, my name is Stephen. I want to be a pilot. I want to be an IAS officer. Hi, my name is Darshana. I want to be a doctor. I want to be a professor. I want to be a chartered accountant. Hi, I want to be a teacher. Pushpagiri Central School, Idaman 34. Managed by Pushpagiri Educational and Charitable Trust. City Aluminium Traders, Chemandur, Punalur. വശ്യചാരുതയുടെ പുതിയ ആകർഷണവുമായി സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ് പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. We offer a new lifestyle. City Aluminium Traders, Chemandur, Punalur. Phone 0475 2220 9745 201088. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഈ നാടിന്റെ ഇന്നത്തെ തലമുറയുടെ രാജശില്പി. സഹപ്രൗഢിയോടെ വിദ്യ വിളമ്പുന്ന ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹോദര സ്ഥാപനം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഇടമണ്ണിന്റെ പുതുനാമ്പുകൾക്ക് ജ്ഞാനസ്നാനം ചെയ്യാൻ, ഉൾക്കണ്ണിൽ വെളിച്ചം നിറയ്ക്കാൻ കല്ലടയാറിന്റെ തീരത്തൊരു അക്ഷരക്ഷേത്രം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ശാന്തിനികേതന്റെ ശാന്തിയും അനന്തമായ അറിവിന്റെ സ്ഫുലിംഗങ്ങളും അമ്മയുടെ ലാളനയും കരുതലും എല്ലാം ഇവിടെ സമന്വയിക്കുന്നു ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഈടും ഉറപ്പുമുള്ള കെട്ടിടങ്ങൾ, ഇല്ലായ്മകളുമായി സമരസപ്പെടുന്ന ഫീസ് ഘടന, വൈജ്ഞാനികവും സഹവൈജ്ഞാനികവുമായ ശേഷികൾ കണ്ടെത്തി വളർത്താൻ പോരുന്ന അരങ്ങും അണിയറയും, മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്ക് അനുപൂരകമായ പഠനാബോധന രീതി, അനുഭവം കൊണ്ടും അറിവുകൊണ്ടും അർപ്പണം കൊണ്ടും ധന്യരായ അധ്യാപകർ, പൂന്തോട്ടവും പൂക്കാലവും തോൽക്കുന്ന അന്തരീക്ഷം ഒക്കെയും ഒരേ സ്വരത്തിൽ ഉറപ്പുതരുന്നു. ഈ നാടിന്റെ മക്കൾ ഇവിടെ സുരക്ഷിതരാണ്. ഇതാണ് നിങ്ങളുടെ അക്ഷരവീട്. ഇവിടമാണ് നിങ്ങളുടെ കുസൃതികൾ വിരിയും കൂട്. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഫോൺ 0475 2335515. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരി വെയർ, സാൻസീറ, ജോൺസൺ, ലെബ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്. പ്രമുഖ കമ്പനികളായ കചാരിയ, ഐക്കൺ, ഏഷ്യൻ, ഇറ്റാലിക്ക എന്നിവയുടെ ടൈൽസും. അരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ലെഗ്രാൻഡ്, ഹാവൽസ്, ബജാജ് എന്നിവയുടെ ഇലക്ട്രിക്കൽ ഗുഡ്സ്. വിവിധയിനം ഫാൻസി ലൈറ്റുകൾ. പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ. കിച്ചൺ കബോർഡ് ആക്സസറീസ്. ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475 222 1205 9946977578. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കേസ്. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ.
പത്തനാപുരത്ത് നടന്ന കരകൗശല പ്രദർശനം ശ്രദ്ധേയമായി. UITയിലെ വിദ്യാർത്ഥിനികളാണ് കോളേജ് അങ്കണത്തിൽ കരകൗശല പ്രദർശനം ഒരുക്കിയത്. പത്തനാപുരം UITയിൽ വുമൺ സെല്ലിന്റെ നേതൃത്വത്തിൽ കരകൗശല പ്രദർശനമേള നടന്നു. പെൺകുട്ടികൾ സ്വന്തം കരവിരുതിൽ ജന്മം നൽകിയ കരകൗശല ഉൽപ്പന്നങ്ങളും ആഭരണങ്ങളുമെല്ലാം കാഴ്ചയുടെ ഉത്സവം പകർന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തുന്നതിനായാണ് തങ്ങൾ സ്വന്തമായി നിർമ്മിച്ച കരകൗശല ഉൽപ്പന്നങ്ങളും ആഭരണങ്ങളും പ്രദർശിപ്പിച്ചതെന്ന് വിദ്യാർത്ഥിനികൾ പറഞ്ഞു. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷമാണ് കൂടുതൽ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിൽ പേപ്പർ വെച്ചിട്ട് പൂക്കളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ കുഷിയുണ്ട്, പല വെറൈറ്റി ഐറ്റങ്ങൾ പുറത്ത് ആൾക്കാരുണ്ടാക്കുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിലും വീട്ടിൽ തന്നെ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നതാണ്. അതുപോലെ അത് തന്നെ ഈ ഇവിടെയുള്ള കുട്ടികളെയും പഠിപ്പിച്ചിട്ടുണ്ട്. വില കുറഞ്ഞ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ക്വാണ്ടിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള വിലയുണ്ട്. പൈസ എല്ലാം സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് ഫണ്ട് തന്നിട്ടുണ്ട്. ആ ഫണ്ടിലേക്ക് തന്നെ ബാക്ക് ചെയ്ത് കൊടുക്കും. പിന്നെ ഞങ്ങൾ തന്നെ വെച്ചിരിക്കുന്ന സാധനം ഞങ്ങൾക്ക് തന്നെ അതിൻ്റെ പൈസ കിട്ടും. അത് ഞങ്ങൾ ഏൺ ചെയ്യുന്നത് 2000 അത്രയും എങ്കിലും വന്നിട്ടുണ്ട്. ഇനി സാധനങ്ങൾ കുറേ വിൽക്കാനുണ്ട്. വൈവിധ്യമാർന്ന ആഭരണങ്ങൾക്കും കരകൗശല ഉൽപ്പന്നങ്ങൾക്കും പുറമെ ഡിസൈൻ ചെയ്ത വിവിധതരം തുണിത്തരങ്ങളും വിൽപ്പനയ്ക്കായി പ്രദർശിപ്പിച്ചിരുന്നു. ഇത് പത്തനാപുരം UIT വിമൻ സെല്ലിന്റെ ഭാഗമായി നടത്തുന്ന 3ാമത്തെ എക്സിബിഷനാണിത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ കുട്ടികൾ തന്നെ ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും കുട്ടികളെ പഠിപ്പിച്ച് എക്സിബിഷന് വേണ്ടി ഐറ്റംസ് പ്രസന്റ് ചെയ്യുക മാത്രമല്ല, അതോടൊപ്പം സെയിലും ഉണ്ട്. അതുവഴി കുട്ടികൾക്കൊരു സ്വയം പര്യാപ്തത, ഒരു സ്വയം തൊഴിൽ എല്ലാം കിട്ടും. പിന്നെ കിട്ടുന്ന പൈസയിൽ ലാഭം ഉണ്ടെങ്കിൽ നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എടുക്കുകയും ചെയ്യും. ഇതിൻ്റെ എല്ലാം ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പാളായിട്ടുള്ള സ്വരമുള്ള സാറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രോത്സാഹനമാണ് ഞങ്ങളിത് മുമ്പോട്ട്. ഇപ്പോൾ 3ാം വർഷമാണ് നമ്മുടെ എക്സിബിഷൻ. ഇവർ രണ്ടുപേരുമാണ് സ്റ്റുഡൻറ് കോർഡിനേറ്റേഴ്സ്. ഇവരാണിത് പഠിപ്പിച്ച്. പത്തനാപുരം UIT പ്രിൻസിപ്പൽ പ്രൊഫസർ സുധാകരൻ പിള്ള, അഞ്ജന V, അഞ്ജന R നായർ, R രാഹുൽ എന്നിവർ കരകൗശല പ്രദർശനമേളയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. MACT ജഡ്ജി AK ഗോപകുമാർ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. പത്തനാപുരം താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെയും പെഞ്ചേമ്പ് പൌരസമിതിയുടെയും പുനലൂർ ജനമൈത്രി പോലീസിന്റെയും എക്സൈസ് വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് നിയമ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് പെഞ്ചേമ്പ് വാഴവിള ജംഗ്ഷനിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർമാനും MACT ജഡ്ജിയുമായ AK ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. അനേകായിരം കേസുകൾക്ക് പെട്ടെന്ന് തീർപ്പ് കെട്ടിക്കാൻ കഴിയാതെ കിടക്കുന്ന കേസുകൾക്ക് കോടതിക്ക് പുറമെ ഒരു സെറ്റിൽമെന്റ്, അതായത് കക്ഷികളെ വിളിച്ചു വരുത്തി ഒത്തുതീർപ്പിലാക്കിക്കാമോ എന്ന് പരിശോധിക്കുക. അങ്ങനെ ഒത്തുതീർപ്പിൽ എത്തിച്ച് കാലവിളംബം കൂടാതെ ആളുകൾക്ക് നീതി കൊടുക്കുക എന്നത് ഞങ്ങളുടെ ഒരു പ്രധാന കർത്തവ്യമാണ്. രണ്ടാമത്തെ ഞങ്ങളുടെ കർത്തവ്യം എന്ന് പറയുന്നത് സൗജന്യ നിയമസഹായം നൽകുക എന്നുള്ളതാണ്. അതായത് സാമ്പത്തികമായ ഭദ്രതയില്ല, അല്ല സാമ്പത്തികമായ സൗകര്യങ്ങളില്ല എന്നതുകൊണ്ട് മാത്രം ഇന്ത്യ മഹാരാജ്യത്തെ ആർക്കും നീതി നിഷേധിക്കപ്പെടരുത് എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഈ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് ഉണ്ടാക്കിയതിന്റെ ഒരു പ്രധാന ഉദ്ദേശം. അപ്പോൾ ആ ഉദ്ദേശ അതിലേക്കായി, ആ ഉദ്ദേശ സാക്ഷാത്കാരത്തിനായി ഞങ്ങളിവിടെ പാവപ്പെട്ട ആളുകൾക്ക്, അതായത് സ്വന്തമായ അഭിഭാഷകരെ എൻഗേജ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടി അഭിഭാഷകരെ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. പെഞ്ചേമ്പ് പൌരസമിതി ജനറൽ സെക്രട്ടറി MA ജലീൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പെഞ്ചേമ്പ് പൌരസമിതി പ്രസിഡന്റ് G മോഹൻദാസ് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് I ഫസലുദ്ദീൻ കുഞ്ഞ്, GK ജോർജ്, എക്സൈസ് ഇൻസ്പെക്ടർ അനീർ ഷാ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നയിച്ചു. പുനലൂർ ASP G സിദ്ധാർത്ഥ് കാർത്തികേയ, പ്രൊഫസർ V പ്രവീൺകുമാർ, B സരസ്വതി അമ്മ, അഡ്വക്കേറ്റ് U ബിജു, അഡ്വക്കേറ്റ് ജിഷ മുരളി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരത്തെ ടിപ്പർ ലോറിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കേരള കോൺഗ്രസ് Bയുടെ നേതൃത്വത്തിൽ കല്ലുംകടവിൽ ടിപ്പർ ലോറികൾ തടഞ്ഞിട്ട് പ്രതിഷേധിച്ചു. പത്തനാപുരം കോന്നി പ്രധാന പാതയിൽ കല്ലുംകടവ് ജില്ലാ അതിർത്തിയിൽ കേരള കോൺഗ്രസ് Bയുടെ നേതൃത്വത്തിൽ 50-ൽ പരം ടിപ്പർ ലോറികൾ തടഞ്ഞിട്ട് പ്രതിഷേധിച്ചു. കോന്നി ഭാഗത്തുനിന്ന് പത്തനാപുരം റൂട്ടിലേക്ക് കരിങ്കല്ലുകൾ കയറ്റിക്കൊണ്ടുവന്ന ടിപ്പർ ലോറികളാണ് കേരള കോൺഗ്രസ് B പത്തനാപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ തടഞ്ഞിട്ട് പ്രതിഷേധിച്ചത്. റോഡുകൾക്കും പാലങ്ങൾക്കും ടിപ്പർ ലോറികൾ നാശം വിതയ്ക്കുന്നതായി ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധക്കാർ ടിപ്പർ ലോറികൾ തടഞ്ഞിട്ടത്. അമിതഭാരവുമായി വന്ന ടിപ്പർ ലോറികൾ പാതകൾക്കും
പാലങ്ങൾക്കും നാശം വിതയ്ക്കുന്നതോടൊപ്പം പ്രധാന പാതകളിൽ അപകടങ്ങളും സൃഷ്ടിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ ആക്ഷേപമുന്നയിച്ചു. പത്തനാപുരം കല്ലുംകടവ് പാലം, പിടവൂർ പാലം, നടുത്തേരി പാലം തുടങ്ങി സമീപ മേഖലകളിലെ എല്ലാ പാലങ്ങളും ടിപ്പർ ലോറികൾ മൂലം ഭീഷണി നേരിടുകയാണെന്നും അവർ പറഞ്ഞു. പ്രധാന പാതകളിൽ ടിപ്പർ ലോറികളിൽ നിന്നും പാറക്കഷ്ണങ്ങൾ തെറിച്ചു വീണ് ആളപായം ഉൾപ്പെടെ വൻ ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും ടിപ്പർ വാഹനങ്ങൾ ഉയർത്തുന്ന ദുരന്തങ്ങളിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കണമെന്നും പാലങ്ങളും പൊതുനിരത്തുകളും സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചതെന്ന് കേരള കോൺഗ്രസ് ബി മണ്ഡലം പ്രസിഡന്റ് എസ് മാഹീൻ പറഞ്ഞു. 60-70 ടൺ വരെ ധാരാളം വണ്ടികളിൽ പോകുന്ന കണക്ക് പറയുന്നത്. ഭാരത് ബെൻസുള്ള വണ്ടികൾ കപ്പാസിറ്റി തന്നെ 650 അടിയാണ്. 650 അടി വരുമ്പോൾ 50 ടൺ മുകളിലാണ്. നമ്മളുടെ പാലങ്ങളോ കല്ലുംകടവ് പാലമായാലും പിടവൂർ പാലങ്ങളായാലും അറിയാം, അവസ്ഥകൾ അറിയാം. തൊട്ടടുത്ത ഏനാത്ത് പാലം നമുക്കറിയാം. കഴിഞ്ഞ കാലങ്ങളിൽ ഏനാത്ത് പാലം 15-20 വർഷം പഴക്കമുള്ള പാലങ്ങൾ തന്നെ താന്നു പോയിരിക്കുന്നു. 10-35-40 വർഷമുള്ള കല്ലുംകടവ് പാലവും അതുപോലെ തന്നെ പിടവൂർ പാലമൊക്കെ അവസ്ഥകൾ നമുക്ക് വളരെ ദയനീയമാണ്. ഈ ഭാരം കൊണ്ട് ഒരേ സമയം 3 വണ്ടിയാണ് പാലത്തിൽ പാസ് ചെയ്യുന്നത്. അതായത് അവർ നിരന്ന് വരുന്ന 3 വണ്ടികൾ വേണ്ട 150-200 ടണ്ണോളമാണ് ഭാരം ആ പാലത്തിലൂടെ പോകുന്നത്. അത് ഒരു അപകടം വന്നതിന് ശേഷം നമ്മൾ അതിന് പറഞ്ഞൊരു കാര്യമില്ല. അതുകൊണ്ട് അധികാര ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇതിനുള്ള കപ്പാസിറ്റികൾ എത്രയാണ്, ഈ റോഡിൽ കൊണ്ട് അനുവദിക്കപ്പെട്ട കപ്പാസിറ്റി എത്രയാണ്. രാവിലെ 6 മണി തുടങ്ങുകയാണ്, രാത്രി 10 മണി വരെ മരണപ്പാച്ചിലാണ്. സ്കൂൾ കുട്ടികളും അതുപോലെ തന്നെ വൈകാതെ കല്ല് വീണ് പല സംഭവം ഉണ്ടായി. നമുക്കറിയാം പിടവൂർ മുതലുള്ള കിഴക്കത്തെ റോഡ് മരണപ്പാച്ചിൽ പറയാണ്. കൊല്ലം മണ്ണാണ് 5 ആൾ ട്രിപ്പ് എടുക്കാൻ വേണ്ടി മരണപ്പാച്ചിൽ പായുകയാണ്. ഡെയിലി അപകടങ്ങൾ പെരുകുന്നു. അധികാരികൾ ഇത് കണ്ണടച്ചെടുക്കുന്നു. പോലീസ് പറഞ്ഞ് അവർക്കറിയില്ല. സ്കൂൾ കുട്ടി സ്കൂളിൽ ജീപ്പ് വന്ന് ബ്രേക്ക് ഔട്ട് നിന്നില്ല. വണ്ടി അമിത ഭാരം ബ്രേക്ക് ഔട്ട് വണ്ടി നിൽക്കുകയില്ല. അമിത ഭാരം കയറ്റി വരുന്ന ചവിട്ടിയ വണ്ടി ഇറങ്ങിപ്പോയി ഇടിക്കുന്നു. ആകെ ട്രാഫിക് ഒരുക്കുണ്ടാക്കുന്നു. സമയം തെറ്റി വണ്ടിയിൽ ഓടുന്നു. സ്കൂൾ ടൈമിൽ പോലും ഇവിടെ 9-ക്ക് ശേഷം വണ്ടി ഓടി തുടങ്ങി. കാരണം അവർക്ക് മാർച്ച് മാസമായതുകൊണ്ട് ഓടി നിൽക്കണം, പെട്ടെന്ന് ഓടി നിൽക്കണം. അനവധി അപകടങ്ങൾ അത് അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതുപോലെ തന്നെ അനുവദനീയമായ ലോഡ് അതിൽ പാസിൽ പറയുന്നത് വണ്ടിയുടെ കപ്പാസിറ്റി അനുസരിച്ച് ലോഡുകൾ മാത്രമേ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. നിയമാനുസരണം 300 അടിയിൽ പുറത്ത് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും കല്ലുംകടവ് പാലവും പിടവൂർ പാലവും ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം പോകുന്ന യാതൊരു തർക്കവുമില്ല. ആ നഷ്ടം പത്തനാപുരം നിവാസികളും കുന്നിക്കോടി മേഖല ഏറ്റവും നഷ്ടമായിരിക്കും. ചില പോലീസ് റവന്യൂ ഉദ്യോഗസ്ഥരെ കയ്യിലെടുത്തുകൊണ്ട് ഈ കാണിക്കുന്ന അഴിമതിക്കെതിരെ കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ശക്തമായ പ്രതിഷേധമുണ്ടായിരിക്കും. ജനങ്ങൾക്ക് വേണ്ടിയും നാടിന് വേണ്ടിയുമുള്ള സമരത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കുചേരണം ഞങ്ങൾ ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുകയാണ്. എച്ച് റിയാസ് മുഹമ്മദ്, നവാസ് തേമ്പാവുമൂട്ടിൽ, റിയാദ് അൽ അമാൻ, ഷംസുദ്ദീൻ മാങ്കോട്, ആർ ബിനു, അനീഷ് GS, രാജൻ പണിക്കർ, ഷാൻ, പ്രശാന്ത് തലവൂർ, കലാം മാങ്കോട് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഏപ്രിൽ 1 മുതൽ വിളക്കുടി ഗ്രാമപഞ്ചായത്തിൽ പ്ലാസ്റ്റിക് ബാഗുകൾക്ക് നിരോധനം ഏർപ്പെടുത്തും. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബോബൻ ബാഗുകൾക്കായി നിർമ്മാണ യൂണിറ്റുകൾ ആരംഭിക്കും. സമൂഹത്തിൽ പ്ലാസ്റ്റിക് ഗുരുതര ആരോഗ്യ പ്രശ്നം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗം നിരോധിക്കാൻ വിളക്കുടി ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചത്. പ്ലാസ്റ്റിക് ബാഗുകൾ ഉപേക്ഷിക്കുന്ന സാഹചര്യത്തിൽ വോവൻ ബാഗുകൾ കൂടുതലായി വ്യാപകമാക്കാനും പഞ്ചായത്ത് തീരുമാനമെടുത്തു. ഇതിന്റെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ വോവൻ ബാഗ് നിർമ്മാണ യൂണിറ്റുകൾ ആരംഭിക്കും. ഇളമ്പൽ, കുന്നിക്കോട്, കാര്യറ എന്നിവിടങ്ങളിലാണ് നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിക്കുക. ഏപ്രിൽ 15 മുതലാണ് യൂണിറ്റുകൾ പ്രവർത്തനം ആരംഭിക്കുക. തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബശ്രീ അംഗങ്ങൾക്ക് വോവൻ ബാഗ് നിർമ്മാണത്തിൽ പരിശീലനവും നൽകിക്കഴിഞ്ഞു. പരിശീലനത്തിന്റെ സമാപനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സുമി സുരേഷ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുന്നിക്കോട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പുനലൂരിലെ പമ്പ് ഹൌസ് ഉപരോധിച്ചു. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെയായിരുന്നു പ്രതിഷേധം. CITU കൊല്ലം ജില്ലാ സമ്മേളനം പുനലൂരിൽ സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം ജില്ലാ സെക്രട്ടറി S. സുദേവൻ ഉദ്ഘാടനം ചെയ്തു. പത്തനാപുരത്ത് ടിപ്പർ ലോറികൾക്കെതിരെ പ്രതിഷേധം ശക്തം. കേരള കോൺഗ്രസ് ബി പ്രവർത്തകർ ടിപ്പർ ലോറി തടഞ്ഞിട്ട് പ്രതിഷേധിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റായ livevartha.com സന്ദർശിക്കുക. നന്ദി, നമസ്കാരം. तेरे माँ पावारे
916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. 2 മാസത്തിന് മുമ്പാണ് ഈ സോറിയാസിസ് ആണെന്ന് അറിയുന്നത്. 6 മാസത്തിന് മുമ്പ് ഇത് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അറിഞ്ഞു വരുന്നത്. അങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് ഗൾഫിലായിരുന്നു. ഗൾഫിൽ വെച്ച് അവിടെ ആൽനൂർ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനും ഗുളികയും മരുന്നും ഗ്രീമും അതും ഇതെല്ലാം 19,000 രൂപ അങ്ങനെ അവിടെ ചിലവായി. ശരീരം മൊത്തം പൊങ്ങി പുറകുറുത്ത് നാശമായി, നീരും കൊണ്ട് കിടക്കാനും വയ്യ, ആന്തരഭാഗം മൊത്തം കയറി വീർത്ത്. അങ്ങനെ ഇരിക്കുമ്പോൾ പാലക്കാട്ടുകാർ നേഴ്സ് പറഞ്ഞ് സോറിയാസിൻ്റെ. അങ്ങനെ പെട്ടെന്ന് കയറി വന്നാണ് ഈ ഡോക്ടറെ കണ്ട് ഇപ്പം 45 ദിവസം കൊണ്ട് പരിപൂർണ സുഖമായി. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. ഫോൺ 0475 235 4777. KCB ഓഫീസിന് സമീപം, ഷാലിമാർ ബിൽഡിംഗ്, കരുനാഗപ്പള്ളി. ഫോൺ 8086837777. ഇന്ത്യയിലും വിദേശത്തും ധാരാളം തൊഴിലവസരങ്ങളുള്ള ആയുർവേദ പഞ്ചകർമ്മ നഴ്സിംഗ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, പത്തനാപുരം, കരുനാഗപ്പള്ളി. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഈ നാടിന്റെ ഇന്നത്തെ തലമുറയുടെ രാജശില്പി. സഹപ്രൗഢിയുടെ വിദ്യ വിളമ്പുന്ന ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹോദര സ്ഥാപനം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഇടമണ്ണിന്റെ പുതുനാമ്പുകൾക്ക് ജ്ഞാനസ്നാനം ചെയ്യാൻ, ഉൾക്കണ്ണിൽ വെളിച്ചം നിറയ്ക്കാൻ കല്ലടയാറിന്റെ തീരത്തൊരു അക്ഷരക്ഷേത്രം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ശാന്തിനികേതന്റെ ശാന്തിയും അനന്തമായ അറിവിന്റെ സ്ഫുലിംഗങ്ങളും അമ്മയുടെ ലാളനയും കരുതലും എല്ലാം ഇവിടെ സമന്വയിക്കുന്നു ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഈടും ഉറപ്പുമുള്ള കെട്ടിടങ്ങൾ, ഇല്ലായ്മകളുമായി സമരസപ്പെടുന്ന ഫീസ് ഘടന, വൈജ്ഞാനികവും സഹവൈജ്ഞാനികവുമായ ശേഷികൾ കണ്ടെത്തി വളർത്താൻ പോരുന്ന അരങ്ങും അണിയറയും, മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്ക് അനുപൂരകമായ പഠനാബോധന രീതി, അനുഭവം കൊണ്ടും അറിവുകൊണ്ടും അർപ്പണം കൊണ്ടും ധന്യരായ അധ്യാപകർ, പൂന്തോട്ടവും പൂക്കാലവും തോൽക്കുന്ന അന്തരീക്ഷം ഒക്കെയും ഒരേ സ്വരത്തിൽ ഉറപ്പുതരുന്നു. ഈ നാടിന്റെ മക്കൾ ഇവിടെ സുരക്ഷിതരാണ്. ഇതാണ് നിങ്ങളുടെ അക്ഷരവീട്. ഇവിടമാണ് നിങ്ങളുടെ കുസൃതികൾ വിരിയും കൂട്. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഫോൺ 0475 2335515. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ.